നമസ്കാരം. BMH ഡോക്ടർ ചാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ അവിചാരിതമായി കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുപറ്റി, സുഖമില്ലേ, ഒരു ക്ഷീണമുണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും പലരുടെയും മറുപടി ഒന്നുമില്ലെന്നേ, ചെറിയൊരു തലവേദന, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ തലവേദന ഇത്ര നിസ്സാരക്കാരനാണോ, അല്ലെങ്കിൽ എല്ലാ തലവേദനയും മൈഗ്രെയിൻസ് ആണോ? ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ജോർജാണ്. വെൽക്കം സാർ. താങ്ക് യു ഡോക്ടർ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തലവേദനയാണോ എന്നുള്ള ചോദ്യം, തലവേദനയാണ് എന്നൊക്കെ പറയുന്നതും സാധാരണമാണ് ആളുകൾക്കിടയിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മൈഗ്രെയിൻ ആണ്. ഇപ്പം തലവേദനകളിലെ ഒരു വിഭാഗമാണെന്ന് കരുതുന്നു. എന്താണ് മൈഗ്രെയിൻ? നമുക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തലവേദന അനുഭവിക്കാത്തായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ എല്ലാ തലവേദനയും അത്ര പ്രശ്നക്കാരും അല്ല. നമ്മൾ തലവേദനകളെ രണ്ടായി തിരിക്കാറുണ്ട്. ഒന്ന് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയും, ഒന്ന് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയും. ഈ പ്രൈമറി ഹെഡേക്ക് എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നമുള്ള തലവേദനകളല്ല സാധാരണ. പക്ഷെ നമുക്കത് ഡിസേബിളിംഗ് ആവും, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ തലയുടെ സ്കാൻ എടുത്ത് നോക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമുള്ളതല്ല. അതിനകത്ത് പെടുന്ന ഒരു ടൈപ്പാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതിൽ വേറെ ചില ടൈപ്പുകളും ഉണ്ട്. ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയും, പിന്നെ മൈഗ്രെയിൻ ഉണ്ട്, പിന്നെ ട്രൈജെമിനൽ ഓട്ടോണോമിക് കെഫാലർജി എന്ന് പറഞ്ഞ് വേറെ ടൈപ്പ് ഹെഡേക്ക് ഒക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ കൂടെ കാണും. അത് ഒന്നെങ്കിൽ ചിലപ്പോൾ മെനിഞ്ചൈറ്റീസ് ആവാം, എന്ന് വെച്ചാൽ മസ്തിഷ്ക ജ്വരം. അതിനകത്ത് തലവേദന ഉണ്ടാവും, അതിന്റെ പാർട്ടായിട്ട് ചിലപ്പോൾ അപസ്മാരം വരാം, ചിലപ്പോൾ കൈകാല ബലക്കുറവുകൾ വരിക, ചിലപ്പോൾ സ്ട്രോക്ക് ആയിട്ട് വരുന്ന തലവേദനകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ തലച്ചോറിലെ വെയിൻസ് ബ്ലോക്ക് ആവുന്ന CVT എന്ന് പറയും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുള്ള ഹെഡേക്കുകളുണ്ട്. സോ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് പ്രൈമറി ഹെഡേക്ക്, ഏതാണ് സെക്കൻഡറി ഹെഡേക്ക് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്രൈമറി ഹെഡേക്ക് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സെക്കൻഡറി ഹെഡേക്ക് ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ ഭവിഷ്യത്തിലോട്ട് ആകാം. മൈഗ്രെയിൻ സാർ പറഞ്ഞു ഒരു ടൈപ്പ് ഓഫ് തലവേദനയാണ്. അതൊരു പ്രശ്നക്കാരനാണോ? ഒരുപാട് പേര് ഉപയോഗിക്കുന്നൊരു ടൈമാണ്. അപ്പോൾ അത് എല്ലാവരിലും മൈഗ്രെയിൻ തന്നെയാണോ? മൈഗ്രെയിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മൈഗ്രെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും, മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ എന്ന് പറയും. ഈ ഓറ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അബ്നോർമൽ ഫീലിംഗ്, ഒറിജിനലായിട്ട് ഇല്ലാത്തൊരു സാധനത്തിനെ നമുക്ക് ഉള്ളതായി തോന്നുക. ചില മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ പറയും കണ്ണിന്റെ മുമ്പിൽ എന്തോ വളയങ്ങൾ കാണുകയാണ്, കളറുകൾ കാണുന്നു, മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലെ കാണുമെന്ന് പിള്ളേരൊക്കെ പറയും. പക്ഷെ അതാണ് ഓറ എന്ന് പറയുന്ന സാധനം. ചില ആൾക്കാർക്ക് അത് തലകറക്കം പോലെ ആയിട്ടിരിക്കും. ചിലർ വിചാരിക്കും ഇയർ ബാലൻസിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തലവേദനയും കൂടെ കാണും. ചിലപ്പം അവർക്ക് ഒറിജിനൽ ആയിട്ടുള്ളത് ഇയർ ബാലൻസ് ആയിരിക്കില്ല, മൈഗ്രെയിൻ്റെ തന്നെ ഒരു വകഭേദമായിരിക്കും ഉണ്ടാവുന്നത്. ഈ മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി കാര്യങ്ങളൊക്കെ, ഓവറായിട്ടുള്ള സ്ക്രീൻ ടൈം ഉപയോഗം, അല്ലെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക, ഭക്ഷണം ഡിലേ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. സ്ട്രെസ് ഒരു ഫാക്ടറാണ്. പിന്നെ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. കാരണം എല്ലാവർക്കും ഉണ്ടാവാറില്ല. ചില ഫാമിലീസിൽ കുറച്ച് ഒരാൾക്കും ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് വരാനുള്ള റിസ്ക് ഉണ്ട്. പിന്നെ ചില ജനറ്റിക് ഫാക്ടേഴ്സും കൊണ്ട് ഒരു കൈക്കും കാലം ബലക്കുറവ് വരുന്ന തരത്തിലുള്ള മൈഗ്രെയിൻ വരെ ഉണ്ട്. ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്നൊക്കെ പറയും. ചില മൈഗ്രെയിനുകൾ സ്ട്രോക്കുമായിട്ട് ലിങ്ക് ഉള്ളതായിട്ടുള്ള മൈഗ്രെയിൻസും ഉണ്ട്. കഡാസിൽ എന്നൊക്കെ പറയുന്ന ചില മൈഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. സോ അതിന്റെ കാരണങ്ങളാണ് മെയിൻ ഇമ്പോർട്ടന്റ്. അപ്പൊ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ്, തലച്ചോറിൽ ഉണ്ടാകുന്ന വാസോ ഡയലറ്റേഷൻ എന്ന് പറയും, രക്തക്കൊള്ളുകൾ വികസിച്ച് വരുന്ന വാസോ ഡയലറ്റേഷൻ. സോ അതിന്റെ കൊണ്ടൊക്കെയാണ് സാധാരണ ഈ മൈഗ്രെയിൻ വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തിയറീസ് അനുസരിച്ച് ചില ന്യൂറോ കെമിക്കൽസ്, തലച്ചോറിലെ ചില കെമിക്കൽസിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ മൈഗ്രെയിൻ വരാനുള്ള ചാൻസുകൾ കൂടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈഗ്രെയിൻ ആണെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? നമുക്ക് യൂഷ്വലി തലവേദന ഉള്ളവർ കൂടുതലും വൺ സൈഡഡ് ഹെഡേക്ക് ആയിരിക്കും. പക്ഷെ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടതുവശം തന്നെയല്ല, ചിലപ്പോൾ അത് വലതുവശമാവും, ചിലപ്പോൾ രണ്ട് സൈഡും വരാറുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ വൺ സൈഡഡ് ഹെഡേക്ക് കൂടുതലാണെങ്കിലും രണ്ട് സൈഡിലുള്ള ഹെഡേക്കും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെയുള്ള തലവേദന വരുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, പിന്നെ വെട്ടം കണ്ടാൽ കൂടുതൽ, പിന്നെ ഒത്തിരി സൗണ്ട് കേട്ടാൽ കൂടുതൽ, ചില പ്രത്യേക മണങ്ങൾ അടിച്ചാൽ കൂടുതലാണെന്ന് പറയാറുണ്ട്. സോ ഇതൊക്കെയാണ് യൂഷ്വലി മൈഗ്രെയിൻ്റെ ഒരു ഇത്. മൈഗ്രെയിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ 4 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ മൈഗ്രെയിൻ്റെ ഡ്യൂറേഷൻ പോകും. സിംഗിൾ ടൈമിൽ ഒരു എപ്പിസോഡ് അത്രയും വരെ പോവാം. 72 മണിക്കൂർ വരെ മൈഗ്രെയിൻ പോവാം. പിള്ളേരിലെ മൈഗ്രെയിൻ മാത്രം വ്യത്യാസമുണ്ട്. പീഡിയാട്രിക് മൈഗ്രെയിൻസ് നമുക്ക് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറച്ച് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉള്ള മൈഗ്രെയിനുകൾ വരെ ഉണ്ട്. യൂഷ്വലി പിള്ളേരുടെ മൈഗ്രെയിൻ ഒരു 2 അവർ തൊട്ടാണ് സ്റ്റാർട്ടിങ് പറയുന്നത്. സോ പീഡിയാട്രിക് മൈഗ്രെയിൻസ് എപ്പോഴും അഡൽട്ട് മൈഗ്രെയിനുമായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷേ യൂഷ്വലി അഡൽട്സിനുള്ളത് 4 അവേഴ്സ് തൊട്ട് 72 അവേഴ്സ് വരെ നമുക്ക് ഇതിന് ഹെഡേക്ക് നിൽക്കാം. പിന്നെ യൂഷ്വലി മൈഗ്രെയിൻ ഹെഡേക്ക് ഉറങ്ങിയിട്ട് ചെയ്യുമ്പോൾ കുറയും. ഉറക്കത്തിനിടയ്ക്ക് തലവേദനയായിട്ട് ഡിസേബിളിംഗ് ആയിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് തലവേദന ഇല്ലാതെ കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കത്തിനിടയ്ക്ക് തലവേദനയായിട്ട് ഏറ്റുവരുന്നൊരവസ്ഥ,
അത് ഡിസേബിളിംഗ് ഹെഡേക്ക്, അത് യൂഷ്വലി മൈഗ്രെയിൻ ആവാൻ ചാൻസ് കുറവായിരിക്കും. വേറെ സെക്കൻഡറി ഹെഡേക്സ് ആണ് യൂഷ്വലി ഉറക്കത്തിനിടയ്ക്ക് പെട്ടെന്ന് കൂടി വരുന്ന ഹെഡേക്കുകൾ. സോ അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ പിന്നെയുള്ളത് ഞാൻ ഈ പറഞ്ഞ ഓറ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. വൺ സൈഡഡ് ഹെഡേക്ക്, ഛർദ്ദിക്കാൻ വരല്, പിന്നെ ഒത്തിരി സൗണ്ട് കേട്ടാലും ഒച്ച കേട്ടാലും കൂടുതൽ. ഇതൊക്കെയാണ് യൂഷ്വലി മൈഗ്രെയിൻ്റെ ഒരു ക്ലിനിക്കൽ പിക്ചർ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതശൈലി കൊണ്ടായിരിക്കുമോ മൈഗ്രെയിൻ വരുന്നത്, അതോ എന്തെങ്കിലും ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, സ്ക്രീൻ ടൈം, ഉറക്കക്കുറവ് അതൊക്കെ മാത്രമാണോ, അതോ ഇതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയാലും മൈഗ്രെയിൻ വരാമോ? ഇതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് മൈഗ്രെയിൻ വരുന്ന ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ന്യൂറോ കെമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെയുള്ള ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ ട്രൈജമിനോ വാസ്കുലർ തിയറി എന്ന് പറഞ്ഞാൽ തലച്ചോറിലുള്ള നെർവും നമ്മുടെ ബ്ലഡ് വെസലും തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ട്. അതിന്റെ കാരണമായിട്ട് ബ്ലഡ് വെസൽസിന് വലിപ്പം വെക്കും, വാസോ ഡയലറ്റേഷൻ വെക്കും. ആ വരുന്ന സമയത്ത് തല പൾസേറ്റിംഗ് ആയിട്ടുള്ള ഹെഡേക്ക് വരും. അത് കഴിയുമ്പോൾ അത് പോകും. അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ഈ പറഞ്ഞുള്ള ഈ ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഒരു തലവേദനയുണ്ട്. നമ്മൾ എന്ത് കാണിച്ചാലും വരുന്ന ചില തലവേദനകൾ ഉണ്ട്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഫുഡ് ഡിലേ ചെയ്യുക, താമസിച്ച് കിടന്ന് ഉറങ്ങുക, ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുക. ബ്ലൂ ലൈറ്റിന് വരെ നമുക്ക് ഇതുമായിട്ട് ഹെഡേക്ക് കൂട്ടാനുള്ള സ്റ്റഡീസ് ഉണ്ട്. സോ അപ്പോൾ അത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടൈം കമ്പ്യൂട്ടറായിട്ട് എക്സ്പോഷർ ഉള്ള ആൾക്കാരോട് ഒരു 20 മിനിറ്റ്സ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് ഒരു 20 ഫീറ്റ് ഡിസ്റ്റൻസിലോട്ട് നോക്കാൻ പറയാറുണ്ട്. അപ്പോൾ അത്രയും നേരത്തേക്ക് ഒരു 20 സെക്കൻഡ് ജസ്റ്റ് ഒരു ഗ്യാപ്പ് എടുക്കുന്ന പോലെ. നമ്മൾ ബ്ലൂ ലൈറ്റുകളാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം, തലവേദന വന്നാൽ ഡാർക്ക് റൂമിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെഡേക്ക് കുറയും യൂഷ്വലി. അപ്പൊ ലൈറ്റ് കെടുത്തിയിട്ടിരിക്കുക, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് റെസ്റ്റ് എടുക്കുക. ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പകുതി മൈഗ്രെയിനുകളും കുറയാറുണ്ട്. അല്ലെങ്കിൽ ലൈറ്റൊക്കെ നിർത്തിയിട്ടിട്ട് കിടത്തിയിട്ട് നമ്മുടെ ഡാർക്ക് ലൈറ്റിലോട്ട് പോവുക. അതാണ്, ഡാർക്ക് റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരൂടെ ഹെഡേക്ക് കുറയും. സാറ് പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ ദിനചര്യകൾ മാറ്റിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഭേദമാവും. ഇനി അഥവാ അത്രയും സ്ട്രെയിനുള്ള വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിന് ഫുള്ളി ഏബിൾ അല്ലാത്ത ആളുകൾക്ക് മെഡിക്കലി ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യുന്നുണ്ടോ? നമുക്ക് മൈഗ്രെയിന് ട്രീറ്റ്മെന്റ് ഉള്ള സാധനമാണ്. ചില ആൾക്കാർ പറയും നാട്ടുവൈദ്യം മാത്രമേ ഉള്ളൂ, മൈഗ്രെയിൻ ട്രീറ്റ്മെന്റേ ഇല്ല, ഒന്നുമില്ലെന്ന്. നമുക്കിത് ചികിത്സിച്ച് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അക്യൂട്ട് അറ്റാക്ക് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രെയിന് കൊടുക്കുന്ന വേറെ ചികിത്സയാണ്, മൈഗ്രെയിൻ വരാതിരിക്കാൻ കൊടുക്കുന്നത് വേറെ ചികിത്സയാണ്. അത് എത്ര തലവേദന ഒരു മാസത്തിൽ തന്നെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് എത്ര തീവ്രമായ ഹെഡേക്ക് ആണെന്ന് നോക്കിയിട്ടാണ് അതിന് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉണ്ടാകുന്ന തലവേദനയ്ക്ക് സാധാരണ ചില ആൾക്കാർക്ക് പാരസെറ്റാമോൾ കഴിച്ചാലേ നിൽക്കും, പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് പാരസെറ്റാമോളൊന്നും നിൽക്കത്തില്ല. സോ അതിന്റെ മുകളിലോട്ടുള്ള NSAIDs കൊടുക്കാറുണ്ട്. ഇനി അതിന് മുകളിലോട്ട് പുതിയതായിട്ട് ട്രിപ്റ്റാൻസ് ഉണ്ട്, പിന്നെ നമുക്ക് ഡിറ്റാൻസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് ഉണ്ട്. പല തരത്തിലുള്ള മെഡിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, ലാസ്റ്റ് മെഡിറ്റാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി പ്രിവെൻഷൻ എന്ന് പറയും, ഒരു മാസത്തിൽ തന്നെ 3 തലവേദന, കാഴ്ചയ്ക്ക് മങ്ങൽ വരിക, ബുദ്ധിമുട്ട് വരിക, അങ്ങനെയുള്ള തലവേദനയൊക്കെ ഉള്ള ആൾക്കാരോട് നമ്മൾ എന്തായാലും പറയും പ്രൊഫൈലാക്സിസ് എടുക്കുക എന്ന് പറയുന്ന തലവേദന വരുന്നതിന്റെ എണ്ണം നമുക്ക് നിർബന്ധമായും കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. സോ അത് പല ടൈപ്പുണ്ട്. ചില ആൾക്കാർ പറയും, ഉടനെ പറയും തലവേദന വരാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചാൽ വണ്ണം വെക്കും എന്ന് പറയുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അത് എല്ലാ മരുന്നും വണ്ണം വെക്കുന്നതല്ല. വണ്ണം വെക്കുന്ന മരുന്നുകൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്ലൂണാറൈസിൻ, അമിട്രിപ്റ്റിലിൻ, പിന്നെ ചില ആൾക്കാർ റെയർലി സോഡിയം മാർക്രോയേറ്റ് എന്ന് പറയുന്ന സാധനം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് യൂഷ്വലി വണ്ണം വെക്കുന്നത്. വണ്ണം വെക്കാതിരിക്കുന്ന മരുന്നുകളുണ്ട്, പ്രൊപ്പനലോൾ എന്നൊക്കെ പറയുന്ന ബീറ്റാ ബ്ലോക്കർ ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ നമുക്ക് വണ്ണം വെക്കാത്തതുകൊണ്ട്. വണ്ണം കുറയ്ക്കാനുള്ള മരുന്നുകൾ വരെ ഉണ്ട്. ഒത്തിരി വണ്ണം ഉള്ളവർക്ക് ടോപ്പരമീറ്റ് എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വണ്ണവും കുറയും, മൈഗ്രെയിനും കുറയും. പക്ഷെ ഇതൊക്കെ വേറെ അസുഖങ്ങൾ കുറയണം ഇല്ലെന്ന് നോക്കി ഉറപ്പാക്കിയിട്ടേ നമുക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിച്ച് കഴിക്കുന്ന രീതി ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. നമുക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാൾക്ക് ഫുഡിന്റെ ക്രമങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ഫുഡ് കാരണമാകുന്നുണ്ടോ? ചിലർക്ക് ചില പ്രത്യേക ഫുഡ് കഴിക്കുമ്പോൾ തലവേദന വരുന്ന പറഞ്ഞാൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ചോക്ലേറ്റ് കഴിക്കുന്ന പിള്ളേർ, ചിലപ്പോൾ ഐസ്ക്രീമുകൾ, ചില ചോക്ലേറ്റുകൾ. ചിലർക്ക് കഫീൻ കഴിച്ചാൽ വരും എന്ന് പറഞ്ഞാൽ കാപ്പി കുടിച്ചാൽ വരുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഒരു തവണ കാപ്പി കുടിച്ചാൽ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ യൂഷ്വലി കൂടുതൽ കോഫി എടുത്തിട്ടുണ്ടെങ്കിൽ വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു തവണ കുടിക്കുന്ന ചില ആൾക്കാർക്ക് കുറയുന്നെന്നും പറയാറുണ്ട്. സോ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ. പിന്നെ ഉള്ളത് പെർഫ്യൂമുകളാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. പെർഫ്യൂം അടിക്കുന്ന ഒത്തിരി പേർക്ക് കാറിലെ റീഫ്രഷറിന്റെ സ്മെല്ല്, പെർഫ്യൂമിന്റെ സ്മെല്ല്, ഇതൊക്കെയാണ് അടുത്ത ട്രിഗറിങ് ഫാക്ടർ. ഇല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനേഴ്സ്. സോ ഈ ടോയ്ലറ്റ് ക്ലീനറും കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ അതിന് സ്മെല്ല് അടിച്ചിട്ട് ഹെഡേക്ക് എന്ന് പറയുന്നത് പെയിന്റിന്റെ മണം അടിക്കുന്നവര്. അങ്ങനെ ഈ സ്മെല്ല് ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്. ഫുഡും രണ്ടാമത്തെ ഒരു കമ്പോണന്റ് ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈലിനകത്ത് പെടുന്ന ഈ രണ്ട് കാര്യമാണ്. അത് പറഞ്ഞപ്പോഴോ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. എനിക്ക് സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ചില സ്പ്രൈസ് കാറിൽ സാർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത്, അത് അടിക്കുമ്പോഴത്തേക്ക് മോഷൻ സിക്നസും പെട്ടെന്നൊരു തലവേദന പോലെയൊക്കെ വരുന്നു. അതിന്റെ ഈ മെഡിക്കലി ഉള്ള കാരണം കണ്ടന്റ് ആണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വേണ്ടി വരും. എന്ത് കണ്ടന്റ് ആണ് പ്രശ്നമുള്ളത്. ചില ആൾക്കാർ ആൽക്കഹോളിക്സ് പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു
പർട്ടിക്കുലർ ബ്രാൻഡ് ആൽക്കഹോൾ കുടിച്ചാൽ മാത്രം ആൾക്ക് മൈഗ്രൈൻ വരുന്നു പറഞ്ഞ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഓ അങ്ങനത്തെ പേഷ്യൻസ് വരെ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് ട്രിഗർ എന്ന്. ഓരോരുത്തർക്കും ഓരോ ട്രിഗറിങ് ആണ്, ഓ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കേണ്ടത് വരും. സ്ത്രീകളിലേക്ക് വരുവാണെങ്കിൽ ഇവരുടെ മെൻസ്ട്രൽ പീരീഡിലൊക്കെ തലവേദന കൂടുകയും ക്ഷീണം വരുന്ന ഒരു അവസ്ഥയൊക്കെയുണ്ട്. അത് മൈഗ്രെയിനെ ട്രിഗർ ചെയ്യാൻ ഈ പീരിയഡ്സിന്റെ സൈക്കിളിന് പറ്റുമോ? മൈഗ്രെയിനും ഈ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് റിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈസ്ട്രജൻ ലെവൽ കുറയും. ഈസ്ട്രജൻ ലെവൽ കുറയുന്ന സമയത്ത് നമുക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ള ഒരു റിസ്ക് ഉണ്ടെന്ന് പറയുന്നു. അത് യൂഷ്വലി പീരീഡ്സിന് ഒരു 2 days മുമ്പ് തുടങ്ങിയിട്ട് പീരീഡ്സ് തുടങ്ങി ഒരു 3 days ബ്ലീഡിങ് വരുന്നിടം വരെ ആ ഹെഡേക്ക് നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും ആ ഒരു 2-3 days മാത്രം ഗുളിക കഴിച്ചാൽ മതി എന്നാണ് പറയാറുള്ളത് യൂഷ്വലി. പിന്നീട് അത് മാറുന്ന സംഭവമാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ഈ അല്ലാതെ അതിനിടയ്ക്കോടെ തലവേദന ഈ പീരീഡ്സ് ഇല്ലാത്ത സമയത്തും ഹെഡേക്കുകൾ 3-4 times ഇങ്ങനെ വരികയാണ്, മന്ത്ലി വരുവാണെങ്കിൽ നമുക്ക് അല്ലാത്ത ഗുളികകളും എന്തായാലും പ്രൊഫൈലാക്സിസ് എടുക്കേണ്ട ആവശ്യമില്ല. മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന ഫീൽ ചെയ്യുമ്പോൾ ആളുകൾ പൊതുവേ ഒരു സെൽഫ് മെഡിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നത് ചിലപ്പോൾ അതിന് ആശ്വാസം കിട്ടും, അത് ശീലമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം തെറ്റായ പ്രവണതകളും ശീലങ്ങളും എന്തൊക്കെയാണ് ആളുകളിൽ? നമ്മൾ ഒത്തിരി ഓവർഡോസ് ആയിട്ട് NSAIDs എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ ഈ പാരസെറ്റാമോൾ കഴിക്കുക അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുക, എങ്ങനെ ഉണ്ടായാലും അത് മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്ന് പറയും. അതിലോട്ട് പോകും. മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. നമുക്കത് പിന്നെ നിർത്തുക എന്ന് പറയുന്നത് മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മരുന്നുകൾ ഓരോന്നായിട്ട് ടേപ്പർ ചെയ്ത് നിർത്തി ഹെഡേക്ക് ഫ്രീ ആയിട്ട് അവർക്ക് വേറെ പ്രൊഫൈലാക്സിസ് ഇട്ട് അത് ഭയങ്കര പാടാണ്. ഒരിക്കലും അൺനെസസറി ആയിട്ട് ഓവറായിട്ട് NSAIDs ഒന്നിന് പെയിൻ കില്ലർ അതൊന്നും എടുക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ പാരസെറ്റാമോൾ ഓവറായിട്ട് എടുക്കാൻ പാടില്ല. ഒരു മാസത്തിൽ ഒരു 3 ദിവസം വരെയൊക്കെ എടുക്കുന്നത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. അതിൽ കൂടുതൽ ഓവറായിട്ട് എടുത്താൽ ഇത് യൂഷ്വലി മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്കിലോട്ട് എത്തുന്നത്. പുറമേ പുരട്ടുന്ന ബാംസ് ടൈപ്പോ യൂഷ്വലി അങ്ങനെ ഒരു റെക്കമെൻഡഡ് അല്ല. ഈ റെഡ് ഫ്ലാഗ് തലവേദന എന്നൊരു ടൈം കേട്ടിട്ടുണ്ട്, അത് എന്താണെന്ന് വിശദമാക്കാം. നമുക്ക് തലവേദന വന്ന സെക്കൻഡറി ഹെഡേക്സ്, അതിനകത്ത് പെടുന്നതാണ് റെഡ് ഫ്ലാഗ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അല്ലാതെ പ്രശ്നക്കാരായ തലവേദനകൾ ഏതാണോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു തലവേദന ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ട ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ അനുഭവിക്കാത്ത രീതിയിലത്തെ അതിതീവ്രമായ തലവേദന ഇതുവരെ വേഴ്സ്റ്റ് ഹെഡേക്ക് ഓഫ് ലൈഫ് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ യൂഷ്വലി തലച്ചോറിൽ ഒരു അന്യൂറിസം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് പൊട്ടിയിട്ടുണ്ടാവും. SIH എന്ന് പറയും, സബ്അരക്കനോഡ് ഹെമറേജ്. അന്യൂറിസം പൊട്ടിയെന്ന് പറയാൻ അല്ലാതെയും വരാറുണ്ട്. SIH എന്ന് പറയും. അങ്ങനത്തെ ഹെഡേക്ക് ആയിരിക്കും. ഇല്ലെങ്കിൽ ഉറക്കത്തിനെടുക്കുന്ന ഡിസ്റ്റർബ് ചെയ്തേക്കുന്ന തലവേദനകൾ. പിന്നെ പോസ്റ്ററൽ വേരിയേഷൻ ഉള്ള ഹെഡേക്ക് ഉണ്ട്. ചില തലവേദനകൾ ഏറ്റിരുന്നാൽ മാത്രം ഉണ്ടാവും, കിടന്നു കഴിഞ്ഞാൽ തലവേദന പോവുകയെന്ന് പറയും. അത് തലച്ചോറിൽ പ്രഷർ കുറഞ്ഞിട്ട് വരുന്ന ഇൻട്രാക്രനിയൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. ഇനി കിടന്നു കഴിഞ്ഞാൽ തലവേദന കൂടുന്ന ഒരവസ്ഥയുണ്ട് ചില ആൾക്കാർക്ക്. ഏറ്റിരുന്നാൽ അപ്പോൾ തലവേദന പോകും, കിടന്നു കഴിഞ്ഞാൽ തലവേദന കൂടും. അങ്ങനത്തെ ഉണ്ടാകുന്ന തലവേദനകൾ യൂഷ്വലി തലച്ചോറിൽ പ്രഷർ കൂടിയിട്ടുണ്ടാകുന്ന തലവേദനയായിരിക്കും. ഇനി റെഡ് ഫ്ലാഗ്സിൽ ബാക്കി പറയുന്നത് നമ്മൾ അപസ്മാരം വരിക, ഒരു കൈക്ക് നല്ല ബലക്കുറവ് വരിക, അങ്ങനത്തെ ഹെഡേക്കുകൾ നമ്മൾ യൂഷ്വലി ഈ റെഡ് ഫ്ലാഗ് സൈൻസ് ഓഫ് ഹെഡേക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തലവേദനകൾ സാധാരണ തൊട്ട് തീവ്രമായിട്ട് വരെയുള്ളത് സാറ് പറഞ്ഞു. എല്ലാത്തിലും ന്യൂറോളജി കൺസൾട്ടേഷൻ ആണോ റെക്കമെൻഡഡ്? യൂഷ്വലി ഹെഡേക്കിന് നമ്മൾ ന്യൂറോളജിക്കൽ കോസ് അല്ലാത്ത ഹെഡേക്സും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഷുഗർ കുറഞ്ഞുണ്ടാകുന്ന തലവേദനകൾ ചിലപ്പം ഹൈപ്പോഗ്ലൈസീമിയ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡേക്ക് ആയിരിക്കും. സോഡിയം കുറഞ്ഞിട്ടുണ്ടാകുന്ന ആൾക്കാർക്കും ഹെഡേക്ക് ഉണ്ടാവാറുണ്ട്. പല കാരണങ്ങളുണ്ട്. എല്ലാത്തിലും ന്യൂറോളജി മാത്രമാണെന്ന് അങ്ങ് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ന്യൂറോളജി കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ന്യൂറോളജി കൺസൾട്ടേഷൻ വേണ്ടത് എല്ലാം തന്നെ ഈ ന്യൂറോളജി കൺസൾട്ടേഷൻ വേണ്ടതായിരിക്കും. എക്സെപ്ഷൻസ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ മെറ്റബോളിക് കോസസ്, ഷുഗറിന്റെ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളത്, സോഡിയം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനത്തെ ഹെഡേക്സ്. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സൈനസൈറ്റിസ് ആയിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം വന്നിട്ട് അത് സൈനസിലോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. അത് യൂഷ്വലി ENT-കാരാണ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. നമുക്കതൊരു അറ്റ്ലീസ്റ്റ് ഒരു ഫിസിഷ്യനെയോ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തായിരിക്കും കാരണം എന്നുള്ളത്. ന്യൂറോളജിക്കാരെ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ENT-കാരെ ഡീൽ ചെയ്യേണ്ട കാര്യമാണോ, അങ്ങനെ പലതും പല ടൈപ്പ് ഉണ്ട്. നമുക്കത് നേരെ പേഷ്യന്റിനെ കാണാതെ ഒരിക്കലും പറയാൻ തീരുമാനിക്കാം. വൺസ് ഡയഗ്നോസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അല്ലെ, കൃത്യമായ ട്രാക്കിൽ. മൈഗ്രെയിനും സാധാരണ തലവേദനകളെ കുറിച്ചും പറഞ്ഞിരുന്നു. ഈ സാധാരണ തലവേദനകളെ കുറിച്ചൊന്ന് കൂടുതലായിട്ടൊന്ന് പറയാം. ബാക്കിയുള്ള തലവേദനകൾ നമുക്ക് ചിലപ്പോൾ സ്ട്രെസ് അടിച്ചിട്ടുണ്ട് തലവേദന എടുക്കും. അപ്പൊ അതിന് ഇത്ര ഡ്യൂറേഷൻ ഒന്നും നിൽക്കണമെന്നൊന്നുമില്ല. ഒന്ന് ഉറക്കം കുറഞ്ഞാലുണ്ടാകുന്ന തലവേദന, അത് ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം നിൽക്കുന്നില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ പോകുന്നു. അതൊക്കെ വലിയ പ്രശ്നമില്ലാത്ത തലവേദന. ഞാൻ ഈ പറഞ്ഞ ഈ പ്രൈമറി ഹെഡേക്സിൽ തന്നെ മൈഗ്രെയിൻ അല്ലാത്ത വേറെ ചില ടൈപ്പുകളുണ്ട്. നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കില്ല. ഒത്തിരി പേര് മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ചത് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ട്രൈജെമിനൽ ഓട്ടോണോമിക് കെഫലാലജി എന്നൊരു ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ക്ലസ്റ്റർ ഹെഡേക്കിൽ വൺ സൈഡഡ് ഹെഡേക്ക് ആയിരിക്കും ആളുള്ളത്. അതിന്റെ കൂടെ കണ്ണ് ചുമക്കും, കണ്ണിൽ കൂടെ വെള്ളം വരും, ആ ഒരു മൂക്കിൽ കൂടെ മാത്രം വെള്ളം വരും. അത് എപ്പോഴും ആ ഒരു കണ്ണിന് ചുറ്റുമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഈ തലവേദന ഡ്യൂറേഷൻ കുറവായിരിക്കും. ഈ പറഞ്ഞ 4 മണിക്കൂറൊന്നും പോകില്ല. അത് ക്ലസ്റ്റർ ഹെഡേക്ക്. അതിന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ്, അത് അറിഞ്ഞിരിക്കണം.
അതുപോലെ ഒരു സൈഡ് മാത്രം വരുന്ന ഹെഡേക്ക് വേറെ ഒരെണ്ണമുണ്ട്. അതിന്റെ പേരാണ് പെരോക്സിസ്മൽ ഹെമിക്രേനിയ എന്ന് പറയും. ഹെമി എന്ന് പറഞ്ഞാൽ വൺ സൈഡ്, ക്രേനിയ എന്ന് പറഞ്ഞാൽ തലച്ചോറ്, തലയോട്ടി. അപ്പൊ നമ്മൾ ഒരു പാർട്ട് മാത്രമായിട്ട് തലവേദന എടുക്കുക, അതാണ് പരോക്സിസ്മൽ ഹെമിക്രേനിയ. അതിന് നമുക്കൊരു മരുന്നുണ്ട്, ഇൻഡോമെത്താസിൻ എന്ന് പറയും. ആ ഒരു സാധനം ചെന്നാൽ മാത്രമേ റെസ്പോൺസ് കിട്ടത്തുള്ളൂ. അപ്പൊ അത് എല്ലാ വൺ സൈഡ് ഹെഡേക്കും ഒരിക്കലും മൈഗ്രെയിൻ അല്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ മൈഗ്രെയിൻ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ഇടത് സൈഡ് മാത്രമല്ല, അല്ല വലത് സൈഡ് മാത്രമല്ല. ചില സമയത്ത് ഇടത് വരും, ചിലപ്പോൾ വലത് വരും, ചിലപ്പോൾ രണ്ടും വരും. അങ്ങനെയാണ് സാധാരണ മൈഗ്രെയിൻ വരുന്നത്. അപ്പൊ നമ്മൾ അത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അഡൾട്ട് ഹെഡേക്സും പീഡിയാട്രിക്കും പറഞ്ഞു. പീഡിയാട്രിക്സിൽ തീരെ കുഞ്ഞുങ്ങൾ തൊട്ട് ഇതുണ്ടാവുക, കാരണം അവർക്ക് കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. തീരെ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് തലവേദന ഉണ്ടാകാറുണ്ട്. ചില പിള്ളേര് തലവേദന എന്നും പറയുന്ന പിള്ളേരുണ്ട്. ചില ആൾക്കാർക്ക് വയറുവേദന എന്ന് പറഞ്ഞ് വരുന്ന അബ്ഡോമിനൽ മൈഗ്രൈൻസ് ഉണ്ട്. ചില പിള്ളേർക്ക് ചുമ്മാ സൈക്ലിക്കൽ വോമിറ്റിംഗ്, ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഛർദി, അങ്ങനെ വരും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിള്ളേരുടെ മൈഗ്രൈനുകൾ അഡൽട്ടിന്റെ പ്രസന്റേഷനുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില പിള്ളേരെ തലവേദനയാണെന്ന് പറയുന്നവരുണ്ട്, ചിലരത് പറയത്തു പോലുമില്ല, വയറുവേദനയാന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഛർദി മാത്രമായിരിക്കും. യൂഷ്വലി നമ്മുടെ അഡൽട്ട് മൈഗ്രൈൻ തലവേദനയുടെ കൂടെ ഛർദിക്കും, അങ്ങനെ വരും. പക്ഷെ വയറുവേദന എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ അഡൽട്ടിൽ കുറവായിരിക്കും. പിള്ളേരിൽ നേരെ തിരിച്ചായിരിക്കും. വയറുവേദന എന്ന് പറയുന്ന പിള്ളേരും കൂടുതലായിരിക്കും, ഛർദിക്കുന്ന പിള്ളേർ കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ മോനൊക്കെയാണെങ്കിൽ തൊണ്ടവേദന എന്ന് വരെ പറഞ്ഞ് വയറുവേദനയ്ക്ക് പറയുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാത്തപ്പം ഈ തലവേദന കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ മെഡിക്കലി? അല്ലാതെ നമുക്കൊരു മൈഗ്രെയിൻ എന്ന് പറയുന്ന സാധനം ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ്, ഒരിക്കലും നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ വരെ കണ്ടുപിടിക്കാൻ നമ്മുടെ തലയുടെ സ്കാൻ എടുത്ത് നോക്കുക എന്നുള്ളതല്ല മൈഗ്രെയിൻ. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ നേരെ ഒപ്പിൽ വന്നിട്ട് ആദ്യം പറയണം ഞങ്ങൾ തലയുടെ സ്കാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയും വെയിറ്റ് ചെയ്യുക, ആദ്യം ആ രോഗിയുടെ അസുഖത്തിലല്ലേ നമ്മൾ നോക്കണേ നോക്കി. കാരണം ആളുടെ ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ അതാണ് നോക്കിയിട്ടാണ് നമ്മൾ ഈവൻ തലയുടെ സ്കാൻ ആവശ്യമുണ്ടോ എന്ന് പോലും തീരുമാനിക്കുന്നത്. തലയുടെ സ്കാൻ എടുത്താൽ അതിനകത്തുള്ള അസുഖം ആയിരിക്കില്ല ചിലപ്പോൾ ആൾക്ക് ക്ലിനിക്കലി ഉള്ള. ന്യൂറോളജിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ ആദ്യം ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് ഹിസ്റ്ററി എക്സാമിൻ ചെയ്ത് ഏതാണ് ഹിസ്റ്ററി കേട്ടിട്ട് പേഷ്യന്റിന് ഉള്ള അസുഖം ഇതുമായിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ സ്കാൻ എടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം പലതരം MRI പോലും ഉണ്ട്. നമ്മൾ എടുക്കുന്ന MRI ആയിരിക്കില്ല മറ്റേ ആ എടുത്ത് നോക്കുന്ന തലവേദനയ്ക്ക് എടുക്കണ്ടേ. ഫോർ എക്സാമ്പിൾ CVT എന്ന് പറയും, തലയിലെ വെയിൻസ് സിരകൾ അടഞ്ഞു പോകുന്ന സാധനം CVT എന്ന് പറയും. അപ്പൊ അതിന് നമ്മൾ എടുത്തു നോക്കേണ്ട വീനോഗ്രാം എടുത്തു നോക്കണ്ട. അപ്പൊ അതിന് നമ്മൾ സാധാരണ CT സ്കാൻ എടുത്തൊന്നും കാണില്ല, ചിലപ്പം MRI സ്ക്രീനിങ് എടുത്താൽ അതിനകത്തൊന്നും കാണണമെന്നില്ല. അപ്പൊ നമ്മൾ എടുത്തു നോക്കി തലയുടെ സ്കാൻ എടുത്ത് നോർമൽ ആണെന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ ഇപ്പോഴും ഫസ്റ്റ് തിങ് ഈസ് കൺസൾട്ട് ദ ഡോക്ടർ. എന്നിട്ട് എന്താണ് ഡയഗ്നോസിസ്, ഡോക്ടർ പറയുന്ന സ്കാനാണ് എടുക്കേണ്ടത്, എടുക്കുവാണെങ്കിൽ തന്നെ. അതുപോലെ എല്ലാ മൈഗ്രൈനും പോയി സ്കാൻ എടുക്കുകയും ചെയ്യേണ്ട ആവശ്യം ഒട്ടും ഇല്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും ഫോളോ അപ്പും കൺസൾട്ടേഷനും വെരി ഇമ്പോർട്ടന്റ് അല്ലേ മാനേജ് ചെയ്യാൻ. നമുക്ക് തലവേദന വന്നിട്ട് ഒരാൾക്ക് ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ മരുന്ന് കൊടുത്തിട്ട് റെസ്പോൺസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കറക്റ്റ് തിരിച്ചു വരണം. ഞാൻ അങ്ങനത്തെ ആളെ കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്തുനിന്ന് നമ്മൾ മൈഗ്രൈൻ ആണെന്ന് വിചാരിച്ച് മരുന്ന് കഴിച്ചു, അതായത് മൈഗ്രൈൻ ആണെന്നൊരു സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ ഒറിജിനലായിട്ട് ആൾക്ക് തലച്ചോറ് പ്രഷർ കൂടിയതായിരുന്നു. അവർ വിചാരിച്ചു മൈഗ്രൈൻ ആണെന്ന് വിചാരിച്ചു, മരുന്ന് കഴിച്ചു, അലോപ്പതിയിൽ മരുന്ന് കഴിച്ചു, കുറഞ്ഞില്ല. പിന്നെ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയിട്ടില്ല. അവര് ഈ നാട്ടുകാരല്ല, വേറെ സ്ഥലത്തു നിന്നുള്ളവരാ. എന്നിട്ട് തൊട്ടുപുറകെ അവരെ ആയുർവേദത്തിൽ പോയി, അവിടെ നിന്നും മരുന്ന് കഴിച്ച് കുറഞ്ഞില്ല. ലാസ്റ്റ് എന്തോ കാര്യത്തിന് നാട്ടിലെത്തിയപ്പോൾ ചുമ്മാ ഒന്നും കാണിക്കാൻ വന്നതാണ്. ലാസ്റ്റ് നോക്കിയപ്പോൾ തലച്ചോറിലെ പ്രഷർ കൂടിയിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഫണ്ടസ് എന്ന് പറയും, കണ്ണിനകത്ത് ലൈറ്റ് അടിച്ച് നോക്കുന്ന ഒരു ഒഫ്താൽമോസ്കോപ്പ് വെച്ച് നോക്കും. അത് നോക്കി കഴിഞ്ഞപ്പോൾ തലച്ചോറിനകത്ത് പ്രഷർ കൂടുതലായിരുന്നു, പാപ്പിലോഡിമ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ തലവേദനകളുണ്ട്. നമ്മളെല്ലാം അങ്ങനെ മൈഗ്രെയിൻ ആണെന്ന് ആരെങ്കിലും ഒരാൾ ഒരു തവണ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാകുന്ന മൈഗ്രെയിൻ ആണെന്നില്ല. പണ്ടുണ്ടായത് മൈഗ്രെയിൻ ആയിരിക്കും, ഇപ്പോൾ ഉള്ളത് വേറെ ആയിരിക്കും. അപ്പൊ അത് കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് പിന്നെ ആശുപത്രിയിലോട്ട് പോകാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെ ചെന്ന് നോക്കി അവരോട് പറയുകയാണ് ചെയ്യേണ്ടത്. ശരി, ഇപ്പം നമ്മുടെ മൈഗ്രെയിൻ്റെ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു വിശദമായ ധാരണ കിട്ടി. അപ്പോൾ സാറിന് പൊതുജനങ്ങളോട് കൊടുക്കാനുള്ള 1-2 ടിപ്സൊക്കെ വെച്ചൊരു അഡ്വൈസ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു മൈഗ്രെയിനും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തലവേദന നമ്മളെ എപ്പോഴെങ്കിലും ഡിസേബിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉറക്കത്തിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന തലവേദന, ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പോലത്തെ ഒരു തലവേദന ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കണ്ണിൻ്റെ കാഴ്ചനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിലേ ചെയ്യരുത്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ട ആവശ്യമുള്ള കാര്യമാണ്. ഈവൻ മൈഗ്രെയിൻ ആണെങ്കിൽ പോലും നമുക്ക് ഒരു മരുന്ന് കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ലെങ്കിൽ അടുത്ത മരുന്ന് ഇടാവുന്ന കാര്യമാണ്. അതുപോലെ എല്ലാ സ്ഥിരമായി പെയിൻ കില്ലറുകളുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ പെയിൻ കില്ലർ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് മെഡിക്കേഷൻ ഓവർ ഹെഡേക്കായി അവസാനം അതും ട്രീറ്റ് ചെയ്യാൻ പാട്, മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യാൻ പാട്, അങ്ങനത്തെ ഒരു അവസ്ഥ എത്തും. സോ ഒരിക്കലും അങ്ങനെ സ്വയമായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിച്ചിട്ട് ഒരു വേദനയുടെ ഗുളിക തരുക, അങ്ങനെ കഴിക്കുക, ആ രീതി ചെയ്യരുത്. മൈഗ്രെയിൻ തലവേദനകളെ പറ്റിയുള്ള ഒരു വിശദമായിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത്. ഏവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ സെൽഫ് മെഡിക്കേഷൻ്റെ അപകടങ്ങൾ, കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷൻ്റെ പ്രാധാന്യം എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മളോട് ഡോക്ടർ സംസാരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട എപ്പിസോഡുമായി കാണും വരെ ദിസ് ഇസ് ആര്യ ബോസ് സൈനിങ് ഓഫ്.